ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് കർണാടക സ്റ്റൈൽ റൈസ് ബാത്ത് റെസിപ്പിയാണ്. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ക്യാരറ്റ്, തക്കാളി, സവാള, ബീൻസ്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. കുക്കർ അടുപ്പിൽ വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ സവാള ഇട്ട് കൊടുക്കാം. സവാള വാടിക്കഴിഞ്ഞാൽ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ആക്കുക. അത് നന്നായി മിക്സായി വരുമ്പോൾ ആവശ്യത്തിന് തക്കാളി ഇട്ട് കൊടുക്കാം. ഉപ്പും ക്യാരറ്റും ഇട്ട് നന്നായി മിക്സാക്കി കൊടുക്കുക. അതിലേക്ക് ബീൻസ്, കറിവേപ്പില, ഗ്രീൻ പീസ് ഇതും കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സാക്കുക. ഇതിലേക്ക് റൈസ് ബാത്ത് മസാലയാണ് ഞാൻ ചേർക്കുന്നത്. എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. 4 ഗ്ലാസ് അരിക്ക് 9 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി വെള്ളം ഒന്ന് തിളക്കാനായി മൂടി വെക്കാം. വെള്ളം തിളച്ചാൽ അതിൽ അരി ചേർക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. തിളച്ച വെള്ളമാണ് ഞാനിതിൽ ഉപയോഗിച്ചത്. കുക്കർ മൂടിയിട്ട് 3 വിസിൽ വരുന്നത് വരെ വെക്കാം. അപ്പോൾ നമ്മുടെ റൈസ് ബാത്ത് റെസിപ്പി റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. മസാല ഇല്ലാത്തവർക്ക് നമ്മുടെ കയ്യിൽ വേറെ മസാലകളുണ്ടെങ്കിൽ അത് വെച്ച് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്.